ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കപ്പയും കക്കാർച്ചി ഉണ്ടാക്കാൻ പോകും. അതിന് വേണ്ടിയാണ് കണ്ട സാധനമൊക്കെ എടുത്ത് നല്ല കല്ലിൽ വെച്ച് അരച്ച് കക്കാർച്ചിലോട്ട് പെരിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. കക്കാർച്ചി വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്ന് വെന്തോളും. കണ്ട ഇത്തിരി വെള്ളം കണ്ട അങ്ങനെ വന്നോളും. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേനെ കപ്പയും കക്കാർച്ചി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ബിരിയാണി പാപ്പറയെ പോയതല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നൊന്നും നോക്കണ്ട, ഞാൻ തന്നെ എല്ലാം സെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ റെഡിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ 2 കപ്പ് എടുത്ത് നേരത്തെ പോലെ തന്നെ നമ്മുടെ 3 പേരെ വീട്ടിലുള്ള നമുക്ക് ഈ 2 കപ്പ് ധാരാളമാണ് ഗൈസ്. അപ്പോൾ ഞാൻ അത് അരിഞ്ഞിട്ട് വരാം. ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ കപ്പയിന് നമ്മൾ നല്ലപോലെ കഴുകി കലത്തിലോട്ടാക്കി വേവിച്ചെടുക്കുക. കപ്പയുടെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ പണി നമുക്ക്. അപ്പോൾ കപ്പ വെന്തിട്ട് നമ്മൾ ഊറ്റാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെന്ത് കുഴഞ്ഞ കപ്പയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ട് കപ്പയാണ്. കുറച്ചെടുത്ത് അപ്പം അതിൽ തിന്ന് നോക്കി. പിന്നെ കക്കാർച്ചി അപ്പുറത്ത് വെന്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ സവോളയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ള. അപ്പോൾ ആ പരിപാടി കൂടി കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാൽ മതി. അത്രേ ഉള്ള സംഭവം. ഇനി നമ്മൾ വേവിച്ച് വെച്ച കക്കാർച്ചിയിലോട്ട് നേരെ അങ്ങ് നമ്മുടെ കപ്പ ഇടുക. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും മുളകൊക്കെ കൂടി ഉള്ളത് അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ല ശക്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അടിയിൽ നിന്നുള്ളത് പൊക്കത്തോട്ടൊക്കെ കൊണ്ടുവന്നെല്ലാം എല്ലായിടത്തും യോജിപ്പിച്ചെടുക്കണം. അപ്പം ഒരു കയ്യിൽ കൊണ്ട് എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത നമ്മൾ അങ്ങോട്ട് മാറി ഞാൻ യോജിപ്പിക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂകാനുണ്ട്, നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ലാസ്റ്റ് അമ്മയുടെയിലോട്ട് കുറച്ചിളക്കിയിട്ട് അമ്മയുടെ എടുത്ത് അമ്മയ്ക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നിർത്തി. ഇനി നമുക്കപ്പം പോയി കപ്പയും കക്കറച്ചിയും കഴിക്കാം ചൂടോടെ. അപ്പം ഞാൻ ചൂടോടെ കപ്പയും കക്കറച്ചിയും കഴിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ബൈ ഗൈസ്.